എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേട്ടറ്റിന്റെ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഈ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ OMR ഷീറ്റ് എങ്ങനെ കറുപ്പിക്കണം, അതേപോലെ എന്തൊക്കെ കൊണ്ടുപോകണം, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ OMR ഷീറ്റ് എങ്ങനെയാണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾക്ക് തരുന്ന OMR ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കേട്ടറ്റ് കാറ്റഗറി 4ന്റെ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 4നും 3ക്കും ഇതേപോലെയുള്ള ഒരു OMR ഷീറ്റാണ് നിങ്ങൾക്കായിട്ട് തരിക. ഓക്കെ, അപ്പൊ കേട്ടറ്റ് കാറ്റഗറി 1നും കാറ്റഗറി 2നും എന്താണ് മാറ്റം എന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ കാറ്ററ്റ് 4 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തരുന്ന കോളം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ പേര് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ഫസ്റ്റുള്ള ഈ ഒരു ഭാഗം കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടി മാർക്ക് ചെയ്യേണ്ട ഒന്നാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ മാർക്കിങ്ങിൽ ഒരു തെറ്റ് വരുത്തിയാൽ നിങ്ങൾക്ക് മറ്റൊരു OMR ഷീറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതൊന്ന്. പിന്നെ നിങ്ങളുടെ ആ ഒരു എക്സാം തന്നെ ഇൻവാലിഡ് ആയിട്ട് പോവുകയും ചെയ്യും. സോ വളരെ ശ്രദ്ധിച്ച് തന്നെ ഓരോരുത്തരും ഓരോ നമ്പേഴ്സും മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റിലെ കോളം എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളുടെ പേര് കൃത്യമായി തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന അത്രയും കൃത്യമായി തന്നെ എഴുതുക. അതിനുശേഷം വരുന്നത് റോൾ നമ്പർ ആണ്. റോൾ നമ്പർ ആണ്, അഡ്മിഷൻ നമ്പറോ ആപ്ലിക്കേഷൻ നമ്പറോ ആപ്ലിക്കേഷൻ ഐഡിയോ അല്ല. ഓക്കെ, റോൾ നമ്പറാണ് എഴുതേണ്ടത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് അതിന്റെ റോൾ നമ്പർ എന്ന് തന്നെ എഴുതിയിട്ട് കാണാം. ആ റോൾ നമ്പറാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആ നമ്പർ തന്നെ അല്ലേ നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഹോൾ ടിക്കറ്റ് നോക്കി കൃത്യമായി നമ്പർ എഴുതുക. ആദ്യം നമ്പർ എഴുതി, ഇപ്പൊ 4 ആണെങ്കിൽ 4ാമത്തതിൽ വിരൽ വെച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അത് ബബിൾ ചെയ്യുക. 4, 0, 8 അങ്ങനെ ഓരോ നമ്പറും ബബിൾ ചെയ്യുമ്പോൾ 1ന് 2 തവണ അത് തന്നെ അല്ലേ എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. കാരണം രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ തെറ്റിച്ച് മാർക്ക് ചെയ്ത നമ്മൾ 150ൽ 150 വാങ്ങിയിട്ടും കാര്യമില്ല. ഒരു തെറ്റ് ഒരു കാരണവശാലും ചെയ്യരുത്. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ആണ്. നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ട്. ബുക്ക്ലെറ്റ് ആണ് തരുന്നത്. ആ ബുക്ക്ലെറ്റിന്റെ മുകളിലായി കാണുന്ന ബുക്ക്ലെറ്റ് നമ്പർ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ബബിൾ ചെയ്യേണ്ടത്. കൃത്യമായി തന്നെ ബുക്ക്ലെറ്റ് നമ്പർ നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ടിൽ തരുന്ന ബുക്ക്ലെറ്റ് നമ്പർ നോക്കി എഴുതിയതിനു ശേഷം ബബിൾ ചെയ്യുക. ഓക്കെ ആണല്ലേ? ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക. അതിനുശേഷം ഓരോ നമ്പേഴ്സും വിരൽ വെച്ച് ഉറപ്പിച്ച് തന്നെ ബുക്ക്ലെറ്റ് നമ്പർ ചെയ്യുക. അടുത്തത്, ഇത് സെറ്റ് A ആണോ B ആണോ C ആണോ D ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് നോക്കി A ആണോ B ആണോ C ആണോ D ആണോ എന്നുള്ളത് കൂടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം സിഗ്നേച്ചർ കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ചെയ്യണം. ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ നിങ്ങൾ ഇവിടെ സിഗ്നേച്ചർ ചെയ്യുന്നു. അതിന് താഴെ തന്നെ ഇൻവിജിലേറ്ററിന്റെ സൈനും നമ്മൾക്ക് വേണം. മനസ്സിലായല്ലോ? ഇൻവിജിലേറ്റർ നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന ആളുകളുടെ സൈന് കൂടെ ഇതിന് വേണ്ടതാണ്. അപ്പൊ ശ്രദ്ധിച്ചു തന്നെ അത് ശ്രദ്ധിക്കുക. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ അത് ഇൻഫോം ചെയ്യാനും സൈൻ ചെയ്യാനുമുള്ള സംവിധാനം ചെയ്യുക. ഓക്കെ, അപ്പൊ മറക്കരുത്. റോൾ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ആണ്, തെറ്റിക്കരുത്. സെറ്റ് A ആണോ B ആണോ C ആണോ D ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഉറപ്പിച്ചതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ മാറി ചെയ്യരുത്. ഓക്കെ ആണല്ലോ? ഇത്രയാണ് ആദ്യത്തെ പാർട്ടില് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതേ ഒരു OMR എക്സാം ആണ്, 150 മാർക്കിന്റെയാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കറുപ്പിക്കണം. കാരണം എഴുതുന്നതല്ല, ഒരു തെറ്റ് വന്നാൽ വെട്ടി മാറ്റാനായിട്ട് സാധിക്കില്ല.
ഓക്കെ, അല്ലെങ്കിൽ തിരുത്താനോ, പെൻസിലല്ല ബോൾ പോയിന്റ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. സോ പെൻസിൽ പോലെ നമുക്ക് മാച്ച് എഴുതാനൊന്നും സാധിക്കില്ല. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക. വളരെ ശ്രദ്ധിച്ച് തന്നെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. LPSC UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള പുതിയ ബാച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്, നമുക്കതൊന്ന് പരിചയപ്പെടാം അല്ലെ. അപ്പോൾ നമ്മുടെ 31ാമത്തെ യോധ ബാച്ചാണ് നമ്മൾ ഈ വരുന്ന ജനുവരി 1-ാം തീയതി പുതുവത്സര ദിനത്തിൽ ആരംഭിക്കുന്നത്. അതിനായി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയി സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സുകൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയി നമ്മൾ ഒരു ദിവസം പഠിക്കുക അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് മുഴുവനായും പഠിക്കുക എന്നുള്ളതിനേക്കാളും ഡെയിലി നിങ്ങൾക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സുകളായി സെൻഡ് ചെയ്ത് തരുന്നു. ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയി പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ്, അതിന്റെ PDF മെറ്റീരിയൽ, അത് കൂടാതെ വീക്ക്ലി ലൈവ് സെഷൻസ് കൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ SCRTയിൽ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് 5 മുതൽ 10 വരെ പാഠഭാഗങ്ങളുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസും അതിന്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള PDFകളും ഞങ്ങൾ നിങ്ങൾക്കായി നമ്മുടെ ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്കൊരു സപ്പോർട്ടിനായും 2 പേഴ്സണൽ മെന്റേഴ്സും, നിങ്ങൾ കൃത്യമായി എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നില്ലേ, കൃത്യമായി നമ്മുടെ റിവിഷൻ ഫോളോ ചെയ്യുന്നില്ലേ, പഠിക്കുന്നില്ലേ എന്നെല്ലാം നോക്കുന്നതിനായി ഫോളോ അപ്പർ കൂടെ അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുന്ന പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശനിയാഴ്ചകളിൽ റിവിഷനും ഞായറാഴ്ചകളിൽ പരീക്ഷയാണ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഞായറാഴ്ച വെക്കുന്ന ആ ഒരു എക്സാം എന്ന് പറയുന്നത് വീക്ക്ലി എക്സാം ആണ് നടക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് ഉറപ്പിച്ച് പഠിച്ചു എന്ന് എക്സാം എഴുതി ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിൽ. അതുകൂടാതെ നമ്മൾ നിങ്ങൾക്കായി മോഡൽ എക്സാമുകൾ നൽകുന്നുണ്ട്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 100 മാർക്കിന്റെ ഒരു മോഡൽ പരീക്ഷ എല്ലാ ആഴ്ചയും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. അതുകൂടാതെ പരീക്ഷകൾക്കുമായി ബന്ധപ്പെട്ട് ഇതുമായി മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും എക്സ്പ്ലനേഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് PYQ ഡിസ്കഷൻസും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. അതുകൂടാതെ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ബാച്ചിലെ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനായി ഡിസ്കഷൻ പ്ലാറ്റ്ഫോമും, അതുകൂടാതെ ഡെയിലി ലൈവ് ക്യൂസസും, നൈറ്റ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ലൈവ് ക്യൂസുകൾ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റഡി പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റഡി പാറ്റേൺ കൃത്യമായി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 കേഡറ്റിലും അതേപോലെ തന്നെ കഴിഞ്ഞ LP UPയിലും കേരളത്തിലെ തന്നെ ടോപ്പ് റിസൾട്ടിലോട്ട് എയിംസിലെ കുട്ടികൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും നമ്മുടെ വിജയത്തിന്റെ ഭാഗമാവാം. നിങ്ങൾ വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എയിംസിൽ ജോയിൻ ചെയ്യൂ. നമ്മൾക്ക് ഒന്നിച്ചു പഠിക്കാം. നല്ലൊരു റിസൾട്ടിലോട്ട് നിങ്ങൾക്ക് എത്താം. കഴിഞ്ഞ LPSC അതേപോലെ തന്നെ UPSCയുടെ ചോദ്യ പേപ്പറിൽ നിരവധി ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ മെറ്റീരിയലിൽ നിന്ന് തന്നെയായിരുന്നു. നമ്മളത് പ്രൂഫ് സഹിതം അതേപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതേപോലെ തന്നെ 100-നുള്ളിൽ തന്നെ UPSC LPSC റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് കുട്ടികളെ ഉൾപ്പെടുത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ചിലരുടെ റാങ്കാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. നമ്മളുടെ 3rd റാങ്ക്, 4th റാങ്ക് UPSC 4th റാങ്ക് നേടിയ അല്ല ടീച്ചർ, അതേപോലെ 6th റാങ്ക് നേടിയ HSAയിൽ 6th റാങ്ക് നേടിയ കുര്യാച്ചൻ സാറ്, 7th റാങ്ക് LPSC കുക്കു തോമസ്, 11th റാങ്ക് നിമിഷ ടീച്ചർ, അങ്ങനെ ഒരുപാട് പേര്. അടുത്ത തവണ നിങ്ങളുടെ പേരും ഇതേപോലെ നമ്മുടെ ലിസ്റ്റിൽ വരണം. ഭാവിയിൽ നല്ലൊരു അധ്യാപകരാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ LPSC UPSC പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എയിംസിനേക്കാളും ബെസ്റ്റ് ചോയ്സ് വേറെ ഒന്നുമില്ല. തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് എത്തിക്കാൻ എയിംസ് നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും. തീർച്ചയായും ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ചു പഠിച്ചു തുടങ്ങാം. നല്ലൊരു റാങ്കിലോട്ട് എത്താം. എത്രയും പെട്ടെന്ന് അധ്യാപകരാവുക, സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാവുക എന്നുള്ള നമ്മുടെ സ്വപ്നം നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കായി ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മളെ വെയിറ്റിംഗ് ആണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കേട്ടറ്റ് ഇതുവരെ നേടിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മുടെ എയിംസിന്റെ കാര്യം ഒന്ന് റെക്കമെൻഡ് ചെയ്യുക.
കാരണം നമ്മൾ ഈ പറയുന്ന ഓഗസ്റ്റിൽ വന്ന റിസൾട്ട്, കഴിഞ്ഞ ഓഗസ്റ്റിലെ റിസൾട്ടിൽ മാത്രം എയിംസിൽ നിന്നും 600-ൽ കൂടുതൽ കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ വർഷവും അത്രയും അപ്ഡേറ്റ് ചെയ്ത് കേരളത്തിലെ തന്നെ ടോപ്പ് റിസൾട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് എയിംസിലെ മെറ്റീരിയൽസും കണ്ടന്റും ക്ലാസ്സുകളും നമ്മുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും തന്നെയാണ്. നിങ്ങൾക്ക് ഈ കാണുന്നത് നമ്മുടെ കേട്ടറ്റിൽ കഴിഞ്ഞ 5 കേട്ടറ്റിലും കേരളത്തിലെ തന്നെ ടോപ്പ് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എയിംസിന് സാധിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും അതേപോലെ തന്നെ എയിംസ് ടീമിന്റെ പ്രവർത്തനവുമാണ്. അപ്പോൾ കേട്ടറ്റും LP-UP അതേപോലെ തന്നെ LDC HSST കമ്പ്യൂട്ടർ സയൻസ് എന്നിവയുടെ പുതിയ ബാച്ചുകൾ എയിംസിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ ഒരു റിസൾട്ട് നാളെ നിങ്ങളുടെ വിജയവും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. 9446537080. നിങ്ങൾക്കുള്ള വിജയം എന്ന് പറയുന്നത് എയിംസിലൂടെ തന്നെയാവാം. ഓക്കെ, അപ്പൊ ഇതൊരു നിങ്ങൾക്ക് ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്ന പരിശീലനം ഇപ്പൊ OMR നിങ്ങൾ എഴുതി ശീലിച്ചാല് നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിൽ, അതായത് നമ്മുടെ PSC അതേപോലെ തന്നെ LPSC UPSC പരീക്ഷകളിൽ നമ്മൾ OMR എക്സാം തന്നെയാണ് നേരിടാൻ പോകുന്നത്. അതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് തന്നെ ഇതിനെ കാണുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LPSC UPSCയുടെ പുതിയ ബാച്ചുകൾ നമ്മൾ ജാനുവരി 1-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ടറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോട്, അതായത് കേട്ടറ്റ് ഇതുവരെ നേടിയിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൂടെ അതൊന്ന് ഇൻഫോം ചെയ്യാം. നമ്മുടെ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ ജനുവരി 10-ാം തീയതി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനായിട്ടുള്ള സമഗ്ര പരിശീലനം തന്നെയാണ് നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. നല്ലൊരു റാങ്കിലോട്ട് LPSC UPSCയിൽ നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് കൂടെ ഒന്ന് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കൊടുത്തു. ബുക്ക്ലെറ്റ് കൊടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും അല്ലെ, കാറ്റഗറി 1 ആണെങ്കിൽ പാർട്ട് 1, പാർട്ട് 2 അതെന്താ അങ്ങനെ അല്ലേ? അതായത് കാറ്റഗറി 1-ന്റെ ആളുകൾക്ക് നമുക്കൊരു സൈക്കോളജി വരും, പിന്നെ ഒരു 30 മാർക്കിന് ലാംഗ്വേജ് 1, അതൊരു മലയാളമായിരിക്കും 90% ആളുകൾ കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം ലാംഗ്വേജ് 2 എന്ന് പറഞ്ഞ പാർട്ട് 3 വരും. പിന്നെ അവരുടെ സബ്ജക്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള സയൻസും അതായത് EVSും മാത്സും വരും അല്ലെ. അപ്പൊ ഇതിലെല്ലാം കൃത്യമായി തന്നെ സെക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കാറ്റഗറി പാർട്ട് 1 ആണെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ആൻഡ് ടീച്ചർ ആപ്റ്റിറ്റ്യൂഡ് എന്നവർ തന്നിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായി ബബിൾ ചെയ്യുക. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മുടെ ലാംഗ്വേജ് പാർട്ട് 2 എന്ന് വന്നു. അതിൽ ലാംഗ്വേജ് ഉണ്ട്, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 ഉണ്ടാവും. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്ത്, ലാംഗ്വേജ് 1 ഏതാണോ, മലയാളമായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക കാറ്റഗറി 1 ആണെങ്കിൽ. എങ്കിലും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ലാംഗ്വേജ് 1ഉം 2ഉം സെലക്ട് ചെയ്യുക. തെറ്റിക്കരുത്, തിരിച്ചു ബബിൾ ചെയ്യരുത്. തിരിച്ചു ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരവും OMR ഷീറ്റും തമ്മിൽ മിസ്മാച്ച് ആവും. അപ്പൊ നിങ്ങളുടെ മാർക്ക് പോവാനാണ് സാധ്യതയുള്ളത്. സോ ശ്രദ്ധിച്ച് തന്നെ ലാംഗ്വേജ് 1 ഏതാണ് ചൂസ് ചെയ്ത്, ലാംഗ്വേജ് 2 ഏതാണെന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയ ശേഷം മാത്രം കറുപ്പിക്കുക. ഓക്കെ, അത് കറുപ്പിക്കുക. അതിനുശേഷം പാർട്ട് 2 ഫില്ല് ചെയ്യുമ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും തെറ്റിപ്പോവാതെ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. കാറ്റഗറി 1-കാർക്കും 2-കാർക്കുമാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്. കാറ്റഗറി 3-ക്കും 4-നും നിങ്ങൾക്ക് വരുന്നത് പാർട്ട് 2-ൽ ഒരു ലാംഗ്വേജ് ആണ് വരുന്നത്. ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളമാണ്. അപ്പൊ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നു മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണോ നിങ്ങളുടെ ലാംഗ്വേജ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്നിട്ട് നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ഓരോന്നും ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ മാറരുത്, ബബ്ലിംഗ് ഓപ്ഷൻ മാറരുത്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് തന്നെ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂസ് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ഓൺലി എന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, പെൻസിൽ അല്ല ബോൾ പോയിന്റ് പെൻ ആണ് ഞാൻ എടുത്തു പറയുന്നുണ്ട്, മറക്കരുത്. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് പാർട്ട് 3 ആയിട്ടുള്ള നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ ആണ്. സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ എന്ന് പറയുമ്പോൾ അതെന്താണ്, നമ്മൾക്ക് ഓരോന്നും അതായത് നിങ്ങളുടെ സബ്ജക്ട് ഏതാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് കാറ്റഗറി 4-ന്റെ OMR ഷീറ്റ് ആണ്. അതുകൊണ്ട് ഈ അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദി, ഡ്രോയിങ് എന്ന് കാണുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കാറ്റഗറി 3 എഴുതുന്നവരാണെങ്കിൽ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ, ഞാൻ എടുത്തു പറയാണ്, നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ
അതാണ് നമ്മൾ പാർട്ട് 3 മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം സബ്ജക്ട് സ്പെസിഫൈഡ് പേപ്പറിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കറുപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബബിൾ ചെയ്യുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ ചോദ്യത്തിന് നേരെയും ഉള്ളത് ഓപ്ഷൻ 1-ന് 2 തവണ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം മാർക്ക് ചെയ്യുക. കാരണം OMR ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ പല ഡൗട്ടുകളും ഉണ്ടാവും, തെറ്റിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. 150 ചോദ്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഉണ്ടാവുക. അതിൽ നിങ്ങൾ OBC ആണെങ്കിൽ 82-ഉം ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90-ഉം ആണ് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. സോ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 150 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങളുടെ ഒറിജിനൽ ID പ്രൂഫും അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റും കയ്യിൽ കൊണ്ടുപോകണം, മറക്കരുത്. ബോൾ പോയിന്റ് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജാനുവരി 1-ന് LP UPയുടെ പുതിയ ബാച്ച്, യോധ ബാച്ച് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ടറ്റിന്റെ ജനുവരി 10-ാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിൽ കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക.